കൊച്ചി കാക്കനാട് ഒരു അക്രമം ഉണ്ടാകുന്നു, 2 യുവാക്കൾക്ക് വെട്ടേൽക്കുന്നു, ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? യഥാർത്ഥത്തിൽ ഈ ഓണ ആഘോഷവും അത് ലഹരി വിഴുങ്ങുന്ന പല ഘട്ടങ്ങളിലും നാം ഇത് കേൾക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ വസ്തുത? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കാക്കനാട് 2 പേർക്കാണ് വെട്ടേറ്റത്. ഇതിലൊരാൾ പ്രദീപ്, ഇയാളെ രഞ്ജിത്ത് എന്നയാൾ വീട്ടിലെത്തി വിളിച്ചിറക്കി വെട്ടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രഞ്ജിത്ത് എന്നയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ്. ഇയാൾക്കെതിരെ നിരവധി കേസുകളും ഉണ്ടെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും ഓണ ആഘോഷത്തിൻ്റെ തുടർച്ചയായാണോ അതോ മുൻവൈരാഗ്യമാണോ എന്നുള്ള ഒരു സംശയം ബാക്കിയുണ്ട്. പക്ഷേ മുൻവൈരാഗ്യമാണ് എന്നൊരു സൂചന നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. ഒരു പക്ഷേ നേരത്തെയുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇതിനിടയിൽ ഈ പ്രദീപിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി രഞ്ജിത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാണ് വിവരം. ഈ വെട്ടേറ്റയാളുടെ നില അല്പം ഗുരുതരമാണ്. കഴുത്തിനാണ് വെട്ടേറ്റത്. മറ്റേ ആൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. പോലീസിൻ്റെ എന്തായാലും നിരീക്ഷണ വലയത്തിലുണ്ട് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തിയോഫിനി വിവരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഓണാഘോഷത്തിനിടയിൽ ലഹരിക്കിടെ സംഭവിച്ചു പോയതല്ല, ബോധപൂർവമായ പ്രീ പ്ലാൻഡായ ഡെലിബറേറ്റ് വളരെ ബോധപൂർവമായ ഒരു നീക്കമാണ്, വളരെ പ്ലാൻഡോടുകൂടി. അപ്പോൾ മുൻവൈരാഗ്യവും അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ ഈ വിവരങ്ങൾ നോക്കുമ്പോൾ? മുൻവൈരാഗ്യമുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. പക്ഷേ ഇതിനിടയിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നത് നമുക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ മദ്യലഹരിയിലാണോ എന്നതും ഒരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ ഒരു വൈരാഗ്യം ഇയാളുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തിനുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നലെ ഉണ്ടായ ആക്രമണം. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടി പരിക്കേൽപ്പിക്കുന്നു. കഴുത്തിന് പരിക്കേറ്റ പ്രദീപ ഗുരുതരമായി അവസ്ഥയിലാണ്, ആശുപത്രിയിലാണ്. രഞ്ജിത്ത് നേരത്തെ തന്നെ ക്രിമിനലാണ്. കാരണം പോലീസിൽ ഇയാൾക്കെതിരെ നേരത്തെ കേസുകൾ ഉണ്ട്. ആ ഒരു വിവരമാണ് പോലീസ് നൽകുന്നത്. നേരത്തെ തന്നെ ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നിരവധി കേസുകളിൽ പ്രതിയുമാണ് രഞ്ജിത്ത്. ശരി, തിയോഫിനാണ് ആ വിവരം കൂടി നൽകിയത്. കൊച്ചിയിൽ കാക്കനാട് 2 പേർക്ക് വെട്ടേറ്റു. പരസ്പരമുണ്ടായ സംഘർഷത്തിലാണ് ഇരുവർക്കും വെട്ടേറ്റത്. കാക്കനാട് വ്യവസായ മേഖലയ്ക്ക് സമീപം കണ്ണങ്കേരിയിലായിരുന്നു സംഘർഷം. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി വെട്ടുകയായിരുന്നു. കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ട് ഒരാൾക്ക്. ഇതിൻ്റെ വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.